വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനായി ഒരു മാതൃകാ ടൗൺഷിപ്പ് നമ്മൾ രൂപം കൊടുത്തു. അതിൻ്റെ ഭാഗമായി 178 വീടുകൾ ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി വീടുകളുടെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രയാസം നാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടത്ര ഉണ്ടായില്ല എന്നത് തന്നെയാണ്. നമ്മുടെ ആരോഗ്യമേഖല എല്ലാ രീതിയിലും ശക്തമാണ്. കൂടുതൽ ശക്തിയിലേക്കത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉൾപ്പെടെയുള്ള ആധുനിക സ്ഥാപനങ്ങൾ ഈ രംഗത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകെ സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്ന ഒരു വിഷമം, അതിന് പരിഹാരം കാണാൻ ഇപ്പോൾ LDF സർക്കാർ തയ്യാറായി. സർക്കാർ ജീവനക്കാരുടെ സുരക്ഷിതമായ ഭാവി കണക്കിലെടുത്തുകൊണ്ട് എഷ്വേർഡ് പെൻഷൻ പദ്ധതി 2025 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇത് അവസാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ ഉറപ്പാക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ധാരാളം ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ട്. പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ തൽപരരാണ്. സജീവമായി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുന്നവരാണ്. ഇത്തരത്തിലുള്ള പ്രവാസികളെ നല്ല രീതിയിൽ ബന്ധപ്പെടുക, അവരുടെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, അതിലൂടെ പുതിയ അവസരങ്ങൾ നാട്ടിലൊരുക്കാൻ പറ്റുക, ഇതൊക്കെ നല്ല നിലക്ക് നിർവഹിക്കാൻ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി ഇത്തവണ ബജറ്റിൽ 150 കോടി അനുവദിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം പ്രവാസികളുടെ ഒരു ആവശ്യമായിരുന്നു, വിവിധ കാര്യങ്ങളിൽ അവർക്ക് ബന്ധപ്പെടേണ്ട സാഹചര്യം വരുന്നുണ്ട്. ചില പരാതികളുണ്ടായാൽ അതുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം വേണം. ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷൻ അവർക്കായി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം അവർ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിക്കുകയും പ്രത്യേക പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുകയും ചെയ്തു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംവിധാനമൊരുക്കുക, അതും സർക്കാർ ചെയ്യുകയാണ്. ഇവിടെ മുന്നോക്ക പിന്നോക്ക ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ തുല്യനീതി ഉറപ്പാക്കുക. അതിനുവേണ്ടിയാണ് JB കോശി കമ്മീഷൻ്റെ രൂപീകരണം ഉണ്ടായത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകൾ നൽകി. ആ റിപ്പോർട്ടിൽ 220 ശുപാർശകൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുപോലെ
മുന്നോട്ട് കൊണ്ടുപോകുന്ന സമഗ്ര വികസന മാതൃകയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. ഇവിടെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിച്ച് നവകേരളം പടുത്തുയർത്തലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട് ലോകത്തിൻ്റെ വികസനത്തോട് ചേർന്ന് ഒരു വികസിത കേരളമായി മാറണം എന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നാം നേരത്തെ നവകേരളം നിർമ്മിക്കുക എന്നതും ഇത്തരത്തിൽ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇപ്പോൾ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നുണ്ട്. അത് ഉറപ്പാക്കാനാകണം. അതോടൊപ്പം വർഗീയതയെ, വെറുപ്പിനെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയുകയും വേണം. കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷമില്ലാത്ത, വർഗീയ കലാപമില്ലാത്ത ഒരു നാടാണ് കേരളം. ആ നിലയിൽ തന്നെ തുടരുക. നമ്മുടെ സാഹോദര്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുക. ജാതിഭേദവും അദ്വേഷവും ഇല്ലാതെ എല്ലാവരും സഹോദരരായി കഴിയുന്ന നില ശക്തിപ്പെടുത്തുക. അതിനുതകുന്ന നടപടികളും സർക്കാരിന്റെ നമ്മൾ 10 വർഷത്തെ വിട്ടുവീഴ്ചയില്ലാതെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.